الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أفما نحن بميتين إلا موتتنا الأولى وما نحن بمعذبين إن هذا لهو الفوز العظيم لمثل هذا فليعمل العاملون ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അവനെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടുവന്നത്. സ്വർഗം എന്ന പേരു കേൾക്കാൻ തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, സന്തോഷമാണ്. കാരണം ആ സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങൾ ഒരുപാട് കേട്ട് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ സ്വർഗം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളത് നമ്മുടെയൊക്കെ വളരെ നിർബന്ധമായ കാര്യമാണ്.
ഒരിക്കലും എനിക്ക് സ്വർഗം നഷ്ടപ്പെടരുത്. ആ സ്വർഗം എനിക്ക് നേടിയെടുക്കണം. അതുകൊണ്ട് ആ സ്വർഗത്തിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും ഞാൻ തയ്യാറാണ്. റബ്ബിൻ്റെ കൽപ്പനകൾ, ഏതേതു കൽപ്പനകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം ആ സ്വർഗം അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ആരാധന കർമ്മങ്ങളിലൊക്കെ പ്രചോദനമായി മാറുന്നത്, ആരാധന കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ നമുക്ക് സന്തോഷം നൽകുന്നത് ആ സ്വർഗത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുകയാണ്. റബ്ബ് എന്ത് കൽപ്പിച്ചോ, എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളാണോ എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്, അതിലൊരു വീഴ്ചയും ഞാൻ വരുത്തുകയില്ല. ആ റബ്ബിൻ്റെ കൽപ്പനകൾ ഞാൻ ധിക്കരിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ അത്തരത്തിൽ ഉള്ള യാതൊരുവിധ വീഴ്ചകളും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായി ആഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. നമുക്കറിയാം സ്വർഗം ആർക്കാണ് അള്ളാഹു നൽകുന്നത് എന്ന്. സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ആര് റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും വനഹൻ നഫ്സ അനിൽ ഹവ, തന്നിഷ്ടത്തിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തുകയും ചെയ്തുവോ ഫൈനൽ ജന്നത ഹിയൽ മഅവ, അവനാണ് സ്വർഗം. ഇപ്പൊ റബ്ബിന്റെ സ്ഥാനത്തെ നമ്മൾ ഭയപ്പെടുന്നു. മിക്ക മുഫസ്സിരീങ്ങളും റബ്ബിന്റെ സ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞത്, നാം പരലോകത്ത് വിചാരണയ്ക്ക് നിൽക്കുന്ന സ്ഥാനം ഏതാണോ ആ സ്ഥാനത്തെ ഭയപ്പെടുകയാണ്. ആ പരലോക വിചാരണയെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ റബ്ബിനെ ഭയപ്പെടുകയാണ്. ആ റബ്ബിനെ ഭയപ്പെടുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, തൻ്റെ മനസ്സിനെ ഇച്ഛകളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു, പിടിച്ചു നിർത്തുകയും ചെയ്തുവോ അവനാണ് ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവനാണ് സ്വർഗം എന്ന് പറയുന്നത്. അവൻ്റെ സങ്കേതമാണ് സ്വർഗം, അവനുള്ളതാണ് സ്വർഗം. ഇപ്പൊ സഹോദരങ്ങളെ, ദേഹേച്ഛകൾ നമ്മൾ വെടിയുന്നു, റബ്ബിനെ നാം ഭയപ്പെടുന്നു, റബ്ബിന്റെ കൽപ്പനകളെല്ലാം ആ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പരമായി ഒരുപാട് നഷ്ടങ്ങളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾ വലിയ സുഖത്തിലും സന്തോഷത്തിലുമൊക്കെ ജീവിക്കുന്നത് നമ്മൾ കാണുന്നു. പല ആളുകളും സന്തോഷത്തിലും സുഖത്തിലുമൊക്കെ ജീവിക്കുന്നു. ആ കൂട്ടത്തിലാണ് നമ്മളിവിടെ റബ്ബിൻ്റെ സ്ഥാനത്തെ ഭയപ്പെട്ട് കൊണ്ട് നമ്മൾ പലതും ത്യജിക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ്. വേണ്ട, എനിക്കത് വേണ്ട, ഞാൻ അതിന് തയ്യാറല്ല, ഞാൻ അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല, ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ദുനിയാവിൽ നമുക്ക് തോന്നും പല നഷ്ടങ്ങളും, വലിയ വലിയ നഷ്ടങ്ങൾ. കൈക്കൂലി കൊണ്ട് വെച്ച് നീട്ടുമ്പോൾ നമ്മൾ അത് പിന്മാറുന്നത് എന്തുകൊണ്ടാണ്? ആ വലിയ നഷ്ടം ഓർത്തുകൊണ്ടാണ്. റബ്ബിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നു. അങ്ങനെ പലതും തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും ആ തെറ്റുകളിൽ നിന്നെല്ലാം നമ്മൾ വിട്ട് അകന്ന് നിൽക്കുന്നു. തെറ്റ് ചെയ്യാൻ ആരും ഇല്ല, ആരും കാണാത്ത ഒരു സമയം, ആരുമില്ല തൻ്റെ കൂടെ. ആ സമയത്ത് തെറ്റ് ചെയ്യാൻ മനുഷ്യരായ ആരുമില്ല. എൻ്റെ പിതാവില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല, സ്വതന്ത്രനായി ജീവിക്കുന്നു. അവിടെ എനിക്ക് തെറ്റ് ചെയ്യാം, എൻ്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാം. പക്ഷേ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അതെല്ലാം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നിമിഷ നേരം കൊണ്ട് പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളൊക്കെ ഈ ദുനിയാവിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അല്ലേ?
ചിലരൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നുമുണ്ട് ധാരാളം. അതൊന്നും കണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് ഇളകേണ്ട കാര്യമില്ല. റബ്ബിന്റെ സ്ഥാനത്തെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. എന്തുകൊണ്ട്? ഈ സ്വർഗത്തെ ഓർത്തുകൊണ്ട് സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ സ്വർഗം നഷ്ടപ്പെട്ടാലോ എന്താ സംഭവിക്കുക? അല്ലാഹു പറയുന്ന മുന്നറിയിപ്പാണ്, നമുക്ക് നൽകുന്ന അള്ളാഹുവിന്റെ സന്തോഷകരമായ ഒരു താക്കീതാണ്. അള്ളാഹു ഉണർത്തുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതിര് കവിയുകയും ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തുവോ അവനുള്ളതാകുന്നു കത്തിച്ചൊലിക്കുന്ന ജഹീമ ആയ, അല്ലെങ്കിൽ ജഹന്നം, ജഹീം നരകം എന്ന് പറയുന്നു. ഹിയൽ മഅ്വ, അവന്റെ സങ്കേതമാണ് നരകം. അപ്പൊ നോക്കുക, രണ്ടും അള്ളാഹു പറയുകയാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി നമ്മൾ കുറെ അയഞ്ഞു കൊടുത്തു, നമ്മളൊരു അയഞ്ഞു കൊടുത്തു, നമ്മുടെ ജീവിതത്തെ അങ്ങ് നിയന്ത്രണമില്ലാതെ കെട്ടഴിച്ചു വിട്ടു. അതങ്ങനെ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് കൂപ്പുകുത്തി നമ്മളങ്ങനെ ജീവിച്ചു. അങ്ങനെ ദുനിയാവ് ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിച്ചു. ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ, അവനുള്ളതാകുന്നു നരകം, അവന്റെ സങ്കേതമാണ് നരകം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹു പറയുക. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ. ഇതിലേതെങ്കിലും രണ്ടിൽ ഒന്നിൽ എത്താതെ നമ്മൾ പോകുകയില്ല. അപ്പോ കഠിനമായ ശിക്ഷയുടെ കേന്ദ്രമാണ് നരകം എന്ന് പറയുന്നത്. നരകത്തിൻ്റെ കുറിച്ചുള്ള വിശദീകരണം ഖുർആനിൽ കേട്ടാൽ നമ്മൾ കരഞ്ഞുപോകും, പൊട്ടിപ്പൊട്ടിക്കരഞ്ഞുപോകും. അത്രമാത്രം വിശദീകരണമാണ് നരകത്തെക്കുറിച്ച് പറയുന്നത്. അതേപോലെ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും ഖുർആൻ പറയുന്നുണ്ട്. അത് കേട്ട് കേട്ട് നമുക്ക് കൊതി തീരുകയില്ല, എത്ര കേട്ടാലും മതി വരികയില്ല. അത്രത്തോളം ഖുർആൻ സ്വർഗത്തിന്റെ വർണ്ണനകൾ നമുക്ക് വിശദീകരിച്ചു തരിക. സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ഇന്ന ജഹന്നമ കാനതു മിർസാദ, ഇന്ന ജഹന്നമ കാനതു മിർസാദ, നരകം കാത്തിരിപ്പുണ്ട്, നിങ്ങളെ കാത്തിരിപ്പുണ്ട്. തീർച്ചയായും നരകം കാത്തിരിപ്പുണ്ട്. ആർക്കാണ്? ലിത്വാഗീന, അതിരുവിട്ടുപോയ ആളുകൾക്ക്, അതിരുവിട്ടു പ്രവർത്തിച്ച ആളുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ ലംഘിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് ഇതാ നരകം കാത്തിരിക്കുന്നു. മആബ, അവർക്ക് മടങ്ങിച്ചെല്ലാനുള്ള സങ്കേതമായിട്ട് നരകം ഇതാ കാത്തിരിക്കുന്നു. ലാബിസീന ഫീഹാ അഹ്ഖാബ, അതിൽ അവർ യുഗങ്ങളോളം താമസിക്കുന്നവരായിരിക്കും. നരകത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുകയില്ല, മാറിപ്പോകാൻ പറ്റുകയില്ല. ആ നരകത്തിൽ ലാബിസീന ഫീഹാ അഹ്ഖാബ, യുഗങ്ങളോളം അതിൽ കഴിയേണ്ടി വരും. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, കുളിർമയോ കുടിനീരോ അവരവിടെ ആസ്വദിക്കുകയില്ല. ഇല്ല ഹമീമ വഗസാഖ, കൊടും ചൂടുള്ളതോ കൊടും തണുപ്പുള്ളതോ ആയ പാനീയം, വെള്ളമല്ലാതെ. ഒന്നെങ്കിൽ കൊടും ചൂടായിരിക്കും, അല്ലെ, കൊടും ചൂടായിരിക്കും. കള്ളിമുള്ളിൽ നിന്നല്ലാതെ അവർക്ക് ഭക്ഷണമില്ല എന്നൊക്കെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. കള്ളിമുള്ളിൽ നിന്ന് ഇങ്ങനെ തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങുവോ? സ്വർഗത്തിലെ പാനീയം, നരകത്തിലെ പാനീയത്തെക്കുറിച്ച് പറയുക. കള്ളിമുള്ളിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം, ആഹാരം, വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇല്ല ഹമീമം വഗസാഖ, കൊടും ചൂടുള്ള വെള്ളവും അല്ലെങ്കിൽ കൊടും തണുപ്പുള്ള വെള്ളവും അല്ലാതെ അവർക്ക് അവിടെ നൽകപ്പെടുകയില്ല. ജസാഅൻ വിഫാഖ, അല്ലാഹ് പറയാണ് അനുയോജ്യമായ പ്രതിഫലമത്രേ അത്, അനുയോജ്യമായ പ്രതിഫലമാണ്. ഇവിടെ നല്ല സുഖലോലുവന്മാരായി ജീവിച്ചു, റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിച്ചു, ആരും ചോദിക്കാനും പറയാനും
ആരുമില്ല എന്നുള്ള വെല്ലുവിളി സ്വരത്തിലൊക്കെ ഇവിടെ നമ്മൾ ജീവിച്ചു എങ്കിൽ ഇതാ അവർക്ക് നൽകപ്പെടുന്നത് നരകത്തിൽ, അവിടെ നരകത്തിൽ യുഗങ്ങളോളം കഴിയുകയാണ്. അവർക്ക് കൊടുക്കുന്ന പാനീയങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അനുയോജ്യമായ പ്രതിഫലം. എന്താണ് സഹോദരങ്ങളെ ഇങ്ങനെ അവർ നരകത്തിൽ ചെല്ലാൻ ഉള്ള കാരണം? അവർ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, അവർ ഈ ഹിസാബിനെ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ഹിസാബുണ്ട്, ഒരു വിചാരണ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർ അങ്ങനെ നിഷേധിച്ചു കളഞ്ഞവരായി. അതൊന്നും ഇല്ല, ഒരു സംഭവിക്കാത്ത കാര്യമാണ്, മിഥ്യയാണ്. സ്വർഗം എന്ന് പറയുന്നത് മിഥ്യയാണ്, നരകം എന്ന് പറയുന്നത് മിഥ്യയാണ്, ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് ഇവിടെയാണ് സ്വർഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ യുക്തിവാദികളും ഭൗതികവാദികളുമായിട്ടൊക്കെ അഭിനയിച്ചു, സമയം നഷ്ടപ്പെടുത്തി. അവർ റബ്ബിന്റെ വിചാരണ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. വകസ്സബു ബിആയാതിനാ കിസ്സാബ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ എല്ലാം അവർ വ്യാജമാക്കി തള്ളിക്കളഞ്ഞു. അതാ നരകത്തിൽ പോകാനുണ്ടായ കാരണം. വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ, എന്നാൽ കേട്ടോ, ഏതു കാര്യവും നാം എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതു കാര്യവും, നമ്മെ സംബന്ധിക്കുന്ന ഏതു കാര്യവും അള്ളാഹു അപ്പോൾ തന്നെ എഴുത്തുകാരിലൂടെ എഴുത്തുകാരെ വെച്ചിട്ടുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അലൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മലക്കുകൾ എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും, നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളൊക്കെ, നമ്മൾ പ്രവർത്തിക്കുന്ന രഹസ്യവും പരസ്യവും മുഴുവനും ഒന്നും വിടാതെ, ഒരു ചെറിയ മിസ്ഖാല ദർറത്തിൽ, ഒരു ചെറിയ അണുവിന്റെ അത്രം പോലുമുള്ള കാര്യങ്ങൾ പോലും, നിസ്സാരമെന്ന് നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങൾ പോലും അവർ അപ്പോൾ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അള്ളാഹ് പറയുകയാണ്, വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ, ഏതു കാര്യവും നാം എഴുതി രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഓരോ കാര്യം ക്യാമറ വെച്ചിട്ട് പിടിക്കുകയല്ലേ, നമ്മളെ നിരീക്ഷിക്കുകയല്ലേ. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്, എഴുതി വെച്ചിരിക്കുകയാണ്. കടകളുടെ ബോർഡ് മുമ്പിലും അകത്തും പുറത്തും ഒക്കെ ഷോപ്പിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബ് പറയുകയാണ്, നിങ്ങളെ നാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും അപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. നോക്കുക സഹോദരങ്ങളെ, അതാണ് റബ്ബ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊന്നും അറിയുന്നില്ല. ഇപ്പോഴാണ് ഈ സംവിധാനം, ഇതൊക്കെ ഖുർആന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഇത് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന്. ഇന്നല്ലേ CCTVയും ഒക്കെ വന്നപ്പോൾ നമുക്ക് ബോധ്യമായി അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. ഒരു ചെറിയ ചിപ്പിലാണ് വലിയ വലിയ വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്. ചെറിയ മെമ്മറി കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചെറുതാണ്, പക്ഷേ എത്രയോ പരിപാടികളാണ് അതിൽ കാണിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരു സംവിധാനം മനുഷ്യൻ കണ്ടെത്തി. ആ മനുഷ്യന്റെ സൃഷ്ടാവാ പറയുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നാം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു, നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഓർത്തു ഇതൊന്നും ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, അതൊക്കെ മറന്നുപോകും, വിട്ടുകളയും, അതൊക്കെ അങ്ങ് പോകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കളഞ്ഞു. പക്ഷേ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഇന്ന് ഫലൻ നസീദകും ഇല്ലാ അദാബാ, അദാബല്ലാതെ, ശിക്ഷയല്ലാതെ ഇന്ന് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയില്ല. ഇനി അവിടെ വേറൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ശിക്ഷയാണ് ഇനി ഉള്ളത്, ശിക്ഷയാണ്. നരകത്തിൽ ആസ്വദിച്ചു കൊള്ളുക. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ, നിങ്ങൾ അതിനാൽ ആസ്വദിച്ചു കൊള്ളുക. നരകത്തിന്റെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു സ്വർഗക്കാരെ കുറിച്ച് പറയുകയാണ്. എന്താണ്? റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ട ആളുകളുണ്ടല്ലോ,
നമ്മളെക്കുറിച്ച്. നമ്മൾ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് പേരിൽ, ഒരുപാട് കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ത്യാഗം സഹിക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു, കഷ്ടപ്പെടുന്നു. റബ്ബിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സഹിക്കുന്നു, സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്. എല്ലാവരും കിടന്ന് സുബഹിന്റെ സമയത്ത് മനുഷ്യരായ മനുഷ്യർ കിടന്നുറങ്ങുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം, ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ നാം അതാ ആ വിരിപ്പും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എഴുന്നേറ്റു വുളു ചെയ്തു പള്ളിയിലേക്ക് വരുന്നു. ഉറക്കം എന്ന് പറയുന്ന ആ സുഖം നമ്മൾ മാറ്റിവെക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന, അത്തരത്തിൽ നമ്മൾ ത്യാഗങ്ങൾ ചെയ്യുന്നു, ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു. സഹായിക്കാൻ റബ്ബിന്റെ കൽപ്പന, നിങ്ങൾ സഹായിക്കുവിൻ. വയനാട് ദുരന്തക്കാരെ നമ്മൾ ഒരുപാട് സഹായിച്ചു. അങ്ങനെ പല വിധത്തിലും പലരെയും നമ്മൾ കഷ്ടപ്പെടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, ഫക്കീറന്മാരെ, മിസ്കീനുകളെ ഒക്കെ സാമ്പത്തികമായിട്ട് നമുക്ക് ഇല്ല, എന്നിട്ടും നമ്മൾ അത് കൊടുക്കാൻ തയ്യാറാകുന്നു. റബ്ബിന്റെ ഇഷ്ടമോർത്ത്, റബ്ബിന്റെ പൊരുത്തം ഓർത്ത്, റബ്ബിന്റെ തൃപ്തി ഓർത്ത്, അള്ളാഹുവിന്റെ റിദ്വാനെ ഓർത്ത്. അള്ളാഹുവിന്റെ റിദ്വാൻ, സ്വർഗത്തിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം സ്വർഗക്കാരെ വിളിച്ച് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ മതിയോ, പോരെ എന്നൊരു ചോദ്യമുണ്ട് റബ്ബിന്റെ. ആ ചോദിക്കുമ്പോൾ ആ സ്വർഗക്കാരായ ആളുകൾ പറയും, ഇനി എന്താണ് ഞങ്ങൾക്കിനി വേണ്ടത്? എല്ലാം നീ നൽകിയില്ലേ റബ്ബേ, പടച്ചവനെ നീ ഞങ്ങൾക്ക് എല്ലാം നൽകിയില്ലേ, നമ്മൾ വിചാരിക്കാത്തതിനപ്പുറം റബ്ബേ ഞങ്ങൾക്ക് നീ നൽകി എന്ന് പറയുമ്പോൾ, ഇല്ല നിങ്ങൾക്കൊന്നും കൂടി നൽകാനുണ്ട് എന്ന് പറയുകയും, എൻ്റെ തൃപ്തി ഇതാ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഇനി നിങ്ങളോട് ഞാൻ കോപിക്കുകയില്ല എന്ന് ആ അല്ലാഹു സ്വർഗക്കാരോട് പറയുക. തൃപ്തി, റബ്ബിന്റെ തൃപ്തി നേടുക എന്ന് പറയുന്നത് സ്വർഗത്തിലെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് റബ്ബിന്റെ തൃപ്തി. അതാ ആ സ്വർഗക്കാർക്ക് വെച്ച് നീട്ടുകയാണ് റബ്ബ്. അതാണ് റബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ജീവിച്ച ആളുകൾ, അവർക്ക് കൊടുക്കുകയാണ് അല്ലാഹു, ഇന്നലിൽ മുത്തഖീന മഫാസ. ആ മുത്തഖീങ്ങളായ ആളുകൾ, തീർച്ചയായും മുത്തഖീങ്ങൾ, സൂക്ഷ്മത പാലിച്ചവർക്ക് മഫാസ, വിജയമുണ്ട്. അവർക്കാണ് വിജയം. ദുനിയാവിലെ ഏറ്റവും വലിയ വിജയം എന്താ? ഏതാണ് നമ്മൾ വിജയിയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്? നമ്മുടെ കാര്യം എന്താ? കുറെ കാശുണ്ടാക്കിയവൻ നമ്മൾ പറയും വിജയിച്ചു എന്ന്. അവൻ വിജയിച്ചു, രക്ഷപ്പെട്ടു, വിജയിച്ചു എന്നൊക്കെ നമ്മൾ പറയും. അള്ളാഹു പറയുന്ന ആ വിജയം സ്വർഗം നേടുക എന്നുള്ളത്. ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശനം നേടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു, അവനാണ് വിജയി. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ ചരക്കാണ്, വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. വീണു പോകരുത്, ആകർഷിച്ചു പോകരുത്. പലതുകൊണ്ടും നമ്മളെ പലതും ആകർഷിപ്പിക്കും. സ്ത്രീകൾ അല്ലേ, നമ്മുടെ സമൂഹത്തിൽ ഇന്നൊരു ചർച്ചാ വിഷയമാണല്ലോ സ്ത്രീ വിഷയം അല്ലേ. വലിയ ഉന്നതന്മാരെന്നൊക്കെ നമ്മൾ സമൂഹത്തിൽ വലിയ നിലയിലൊക്കെ കണ്ടിരുന്ന ആളുകളൊക്കെ ഈ വിഷയത്തിൽ അവരെത്രത്തോളം പരാജിതരാണ് എന്ന് തുറന്നു കാട്ടപ്പെടുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സഹോദരങ്ങളെ, ഈ പരീക്ഷണം, ദുനിയാവെന്ന് പറയുന്ന പരീക്ഷണത്തിൽ പലരും വീണു പോവുകയാണ്, പലരും അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ആദ്യം പറഞ്ഞത് മനുഷ്യർക്ക് ഭൂഷണമായിരിക്കുന്നു ചിലതിനോടൊക്കെ ഉള്ള താല്പര്യം.
എന്നിട്ട് ഖുർആൻ ഒന്നാമതായി എണ്ണി പറഞ്ഞത് മിനന്നിസ, പെണ്ണിനോട്, പെണ്ണുങ്ങളോടുള്ള താല്പര്യം, പെണ്ണിനോടുള്ള ഇഷ്ടം മനുഷ്യന്റെ ഒരു കഴിവുകേടാണ്. സുന്ദരിയായ പെണ്ണിനെ കണ്ടാൽ അവന്റെ മനസ്സ് ഇളകിപ്പോകുക എന്നുള്ളത് അത് പരീക്ഷണമാണ്, സ്ത്രീ പരീക്ഷണമാണ്, ദുനിയാവിലെ ഒരു വിഭവമാണത്. മിനന്നിസാ എന്നിട്ടാ പറയുന്നത് വൽബനീൻ, മക്കളെ കുറിച്ചും, വൽഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽഫില്ലതി വൽഖൈലിൽ മുസവമതി വൽഅൻആമി വൽഹർസ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയാ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും നല്ല പര്യവസാനം. ഇതൊന്നുമല്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇന്നലെ അത്തരത്തിൽ എല്ലാ വിഷയത്തിലും റബ്ബിനെ കാണാമറയത്തും സൂക്ഷിച്ച് ജീവിക്കുന്ന, റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾ അവർ വിജയിച്ചു. ഹദായിക വഅഅനാബ, അവർക്കാണ് തോട്ടങ്ങളും, വഅഅനാബ മുന്തിരിക്കുലകളും. സ്വർഗത്തിലെ തോട്ടങ്ങൾ, ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ എന്ന അർത്ഥം. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നു തോട്ടം കാണാൻ, അല്ലേ? നമ്മൾ വയനാട് അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുമല്ലോ. ഇവിടെ നിന്ന് ഇപ്പം കാണാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയായിരുന്നു. നമ്മൾ കണ്ണിന് ഇഷ്ടപ്പെടുന്ന ആനന്ദകരമായ കാര്യത്തൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നു, ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ, അനുഭവിക്കാൻ. അത്തരത്തിൽ നമ്മൾ പോകാറുണ്ട്. അതേപോലെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് ഹദായിക, അത് അവിടെ തോട്ടങ്ങളുണ്ട്. ദുനിയാവിലെ തോട്ടമാണോ? ദുനിയാവിലെ തോട്ടങ്ങളാണോ? ദുനിയാവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? വലിയ ഇഷ്ടമാണ് ദുനിയാവിനോട്. ദുനിയാവിലെ പല കാഴ്ചകളും നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതുപോലെ അല്ലല്ലോ സ്വർഗം. വഫീഹ മാ തഷ്തഹിൽ അൻഫുസു, അവിടെ നിങ്ങൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടാകും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ അതുണ്ടാകും. വതലദുൽ അഅ്യുൻ, കണ്ണിന് ആനന്ദകരമായതും അവിടെ ഉണ്ടാകും. വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ അവിടെ സ്ഥിരവാസികളായിരിക്കും, ഖാലിദീങ്ങളായിരിക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള തോട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, അത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതേപോലെ തന്നെയുള്ള കൂജകളും അതും ഇതും എല്ലാം. ആ സ്വർഗത്തിലെ മരങ്ങൾ, വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അതിൻ്റെ നിഴലിലൂടെ സഞ്ചരിച്ചാൽ 100 വർഷം കഴിയുമെന്ന്. 100 വർഷം കഴിയണം. ഒരു നല്ലൊരു കുതിര സവാരിക്കാരൻ കുതിരയെ പായിച്ചു പോയാൽ ആ മരം വിട്ടുകിടക്കണമെങ്കിൽ 100 കൊല്ലം കഴിയണം. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ കാര്യം പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ശിഖരവും അതിൻ്റെ ഇലകളും കൊമ്പും എല്ലാം സ്വർണമാണ് എന്ന്. എന്താണല്ലേ സഹോദരങ്ങളെ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹ് പറയുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ അതാണ് ആ മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ സ്തനം തുടിച്ച തരുണികളും, സ്ത്രീകൾ, ഹൂറികളായ സ്ത്രീകൾ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ വലിയൊരു ഇഷ്ടമാണല്ലോ നല്ല ഒരു സ്ത്രീകൾ ഉണ്ടാകുക എന്ന് പറയും. ഒരു പങ്കാളി, ഒരു ഇണയെ അള്ളാഹു നമുക്കൊക്കെ അത് നൽകുമാറാവട്ടെ. സ്വർഗത്തിൽ ആ രീതി അള്ളാഹു ഹൂറിങ്ങളായ ഇണകളെ നമുക്ക് തരും, നമ്മുടെ ഭാര്യമാരോടൊപ്പം തന്നെ. അപ്പോൾ സ്ത്രീകൾ വിചാരിക്കേണ്ട ഞങ്ങൾക്കില്ലേ എന്ന് വിചാരിക്കേണ്ട, അവർക്കുമുണ്ട്. അള്ളാഹു ഒരു കാര്യം പറയുമ്പോൾ അത് പുരുഷ ലിംഗത്തിൽ പറയുന്നു എന്ന് മാത്രം, സ്ത്രീകൾക്കുമുണ്ട് ആ തരത്തിൽ. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആണുങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ദുനിയാവിൽ 4 സ്ത്രീകളെ വരെ അനുവദിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാം, 4 സ്ത്രീകളെ. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയുണ്ടോ? 4 പുരുഷന്മാരെ ഉണ്ടോ? ഇല്ല. സ്ത്രീകളുടെ പരിപൂർണത എന്ന് പറയുന്നത് ഒരു ഭർത്താവ് എന്നാണ്. അത് അവളുടെ പരിപൂർണതയിൽപ്പെട്ടതാണ്. ഒരു ഭർത്താവിനെ കീഴിൽ ജീവിക്കുക, അത് ആ രീതിയിൽ അള്ളാഹ് കൊടുത്താൽ ഇങ്ങനെ നിഅമത്താണ്. അതിൽ ഒരുപാട് യുക്തിയുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപാട് യുക്തിയുണ്ട്. അപ്പൊ ഇതൊക്കെ
അള്ളാഹു പ്രത്യേകം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കരുതണ്ട. അവർക്കില്ലേ ഖുർആനിൽ പറഞ്ഞ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി വസ്സാബിരീന വസ്സാബിറാത്തി, എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളെ, ആണും പെണ്ണും, വിശ്വാസിയായ ആണും പെണ്ണും, സകാത്ത് കൊടുക്കുന്ന ആണും പെണ്ണും, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആണും പെണ്ണും എല്ലാം പറഞ്ഞിട്ടാണ് അഅദ്ദല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മഗ്ഫിറതൻ, അവർക്ക് വേണ്ടി അള്ളാഹു പാപമോചനവും വമ്പിച്ച പ്രതിഫലവും അഥവാ സ്വർഗവും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആണിനെ മാത്രമല്ല. നമ്മളൊക്കെ ഇത് ഇസ്ലാം എന്ന് പറയുന്നത് പുരുഷ ആധിപത്യത്തിന്റെ മതമാണ്, സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്ന മതമാണ് എന്നൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. ശരിയല്ല അത്. ഇസ്ലാം വേണ്ടതുപോലെ ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോരുത്തർക്കും വേണ്ടത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പെണ്ണുങ്ങളെ പോലെയല്ല ആണുങ്ങൾ. ആണിന് ചില പ്രത്യേകമായ കഴിവുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതേപോലെ പെണ്ണിനും അതിൻ്റെതായ വിധത്തിൽ ചില കഴിവുകളൊക്കെ അള്ളാഹു നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും നോക്കാനും വളർത്താനും നമുക്ക് സാധിക്കുമോ? ആണുങ്ങൾക്ക് കഴിയുമോ? ഇത്തിരി നേരം ഒരു കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം നമ്മൾ പിടിക്കും, പിന്നെ കൊണ്ട് കൈ കൊടുക്കുകയാണ്. നമുക്ക് പറ്റില്ല അത്. എന്നാൽ അവരോ പാതിരാ നേരത്ത് ആ കുഞ്ഞ് കരഞ്ഞാൽ അവരാണ് എഴുന്നേക്കുന്നത്, നമ്മളെപ്പോഴും മാറിക്കിടക്കും. എന്തെല്ലാം ത്യാഗമാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, എനിക്ക് ദുനിയാവിൽ വെച്ച് ഏറ്റവും കടപ്പെട്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മാതാവിനോടാണ്. 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ 3 പ്രാവശ്യവും മറുപടി മാതാവ് എന്ന് തന്നെയായി. ഏറ്റവും കൂടുതൽ കടപ്പാട് അവരോടാണ്. അപ്പൊ ആ രീതിയിൽ ഇസ്ലാം അവരെ ആദരിച്ചിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, സനം തുടിച്ച തരുണികൾ സ്വർഗത്തിൽ അവിടെ കിട്ടും. നിറഞ്ഞ പാനപാത്രങ്ങളും അവിടെയുണ്ട്. അവിടെ വെച്ച് അനാവശ്യമായ ഒരു വാക്കോ ഒരു വ്യാജ വാർത്തയോ അവർ കേൾക്കുകയില്ല. അങ്ങനെയുള്ള ഇവിടെ വെച്ച് എന്തെല്ലാം കേൾക്കുന്നു, നമ്മൾ എന്തെല്ലാം അനാവശ്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു. ഇവിടെ പലരിൽ നിന്നുമായിട്ട് പല സ്ഥലത്തും പലവിധത്തിലുള്ള പ്രയാസപ്പെടുത്തലുകൾ, ബുദ്ധിമുട്ടലുകൾ വാക്കാലും പ്രവൃത്തിയാലും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരുന്നു, അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ സ്വർഗത്തിലോ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബ, അവിടെ നിങ്ങൾക്ക് അനാവശ്യമായ ഒരു വാക്കോ ഒരു വ്യാജ വർത്തമാനമോ ഒരു ഫേക്ക് ന്യൂസ്, ഒരു കള്ളവാർത്ത ഒന്നും ആ രീതിയിൽ ഒന്നും കേൾക്കേണ്ടി വരികയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ജസാഅൻ മിർ റബ്ബിക അത്വാഅൻ ഹിസാബ, നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു പ്രതിഫലവും അത്വാഅൻ ഹിസാബ, കണക്കൊത്ത ഒരു സമ്മാനവും. അല്ലാഹു നൽകുന്ന സമ്മാനമാണത്. ആ സ്വർഗം എന്ന് പറഞ്ഞ അല്ലാഹു നൽകിയ സമ്മാനമാണ്. എങ്ങനെയുള്ള റബ്ബാണ്? റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ ബൈനഹുമാ റഹ്മാൻ. നമ്മൾ സൂറത്ത് നബയിലുള്ള ആയത്തുകളാണിത്, നമുക്കൊക്കെ കാണാപ്പാടം ഉള്ളതാണ്. ഇത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കാര്യമാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെ ഒരുപാട് അധ്യായങ്ങളുണ്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന. സൂറത്തുൽ വാഖിയ, അതേപോലെ സൂറത്തു ദഹർ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനത് ദഹരി എന്ന് പറയുന്ന അധ്യായങ്ങൾ. അങ്ങനെ സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന, നരകത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകൾ ഓരോ അധ്യായങ്ങളിലും കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ അതെങ്ങനെ മാറ്റിവെച്ച് നമ്മളങ്ങനെ പോകുന്നു എന്ന് മാത്രം. ഓതണം, അതിൻ്റെ അർത്ഥമെടുത്ത് മനസ്സിലാക്കണം, പഠിക്കണം. എങ്കിലേ ആ സ്വർഗം എന്താണ് എന്ന്, റബ്ബ് എന്താണ്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നത് നമ്മൾ അറിയണ്ടേ. എന്നാലല്ലേ നമുക്കൊരു ഉഷാറുണ്ടാവുകയുള്ളൂ ആ സ്വർഗത്തിന് വേണ്ടി. അത് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ചിന്ത നമുക്ക് വരികയുള്ളൂ. അപ്പോ ആ റബ്ബിന്റെ സമ്മാനമാണത്. അവർക്ക് ഇടയിലുള്ളതിൻ്റെ, ആകാശഭൂമികൾക്കിടയിലുള്ളതിൻ്റെയും റബ്ബായ അഥവാ ആ റഹ്മാനായ റബ്ബിന്റെ സമ്മാനമാണ് അത് എന്ന് അള്ളാഹു പറയുക. അതുകൊണ്ട് സഹോദരങ്ങളെ,
സ്വർഗത്തെക്കുറിച്ച് ഇതിൻ്റെ ഒരു തുടക്കം 2-3 ഖുതുബകൾ സ്വർഗവുമായി ബന്ധപ്പെട്ടും അത് കഴിഞ്ഞ് നരകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കേൾക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സ്വർഗത്തിൽ പ്രവേശനം നേടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وصحابه أجمعين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി റബ്ബിൻ്റെ വിധി കൽപ്പനകൾ നിർദ്ദേശിച്ച് അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഓതി കേൾപ്പിച്ചത് സൂറത്തു സ്വാഫാത്തിൽ നിന്നുള്ള 58 മുതൽ 61 വരെയുള്ള ആയത്തുകളാണ്. നിങ്ങളെല്ലാവരെയും ആദ്യമായി ഓതി കേൾപ്പിച്ചു. സ്വർഗവാസികൾ പറയുന്ന ഒരു രംഗം ഖുർആൻ പറയുക. സ്വർഗവാസികൾ അവർ പരസ്പരം സംസാരിക്കും. പല സംസാരങ്ങളും ഖുർആനിൽ കാണാം. സ്വർഗവാസികൾ സംസാരിക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംസാരം അവർ പറയുകയാണ്, അഫമാ നഹ്നു ബിമയ്യിതീൻ, ഇനി നാം മരണപ്പെടുന്നവരല്ലല്ലോ. തൊട്ടു മുമ്പ് പറയുന്നത് അദ്ദേഹത്തിന് ഒരു കരീനുണ്ടായിരുന്നു, ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവനിപ്പം നരകത്തിലാണ്. എന്നിട്ട് നമുക്കൊന്ന് കാണണം അവനെ. എന്നിട്ട് അവന് കാണാൻ ഒരു അവസരം അല്ലാഹു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നരകത്തിൻ്റെ മധ്യഭാഗത്ത് അവൻ കിടക്കുക. എന്നിട്ട് ഈ സ്വർഗവാസി പറയുന്നുണ്ട്, അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് എത്ര ഭാഗ്യമായി, എത്ര നന്നായി. അവൻ പറഞ്ഞ അനുസരിച്ച് ആ കൂട്ടത്തിൽ പോയിരുന്നെങ്കിലോ എൻ്റെയും അവസ്ഥ ഇതാവുമായിരുന്നല്ലോ എന്ന് പറയുന്ന ആ രംഗമാണ്. അതിന് ശേഷം പറയുന്നതാണ് അഫമാ നഹ്നു ബിമയ്യിതീൻ, ഇനി നാം മരണപ്പെടുന്നവരല്ലല്ലോ. ഇല്ലാ മൗതതനൽ ഊലാ, നമ്മുടെ ആദ്യത്തെ മരണമല്ലാതെ ദുനിയാവിലെ മരണമല്ലാതെ ഇനി ഒരു മരണവും നമുക്കില്ലല്ലോ. വമാ നഹ്നു ബിമുഅദ്ദിബീൻ, നാം ശിക്ഷിക്കപ്പെടുന്നവരുമല്ല. ഇൻ ഹാദാ ലഹുവൽ ഫൗസുൽ അദീം, തീർച്ചയായും ഇത് തന്നെയാണ് മഹത്തായ ഭാഗ്യം, ഇത് തന്നെയാണ് വമ്പിച്ച ഭാഗ്യം. ഇതാണല്ലോ റബ്ബേ, എന്നെ ഈ സ്വർഗത്തിൽ നീ പ്രവേശിപ്പിച്ചുവല്ലോ അല്ലാ എന്നങ്ങനെ പറയുകയാണ്. വമ്പിച്ച ഭാഗ്യമാണല്ലോ റബ്ബ് നമുക്ക് നൽകിയത്. എന്നിട്ട് അവർ പറയുന്ന ഒരു വചനമാണ്, ഒരായത്താണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ഇതുപോലെയുള്ളതിനു വേണ്ടിയാകട്ടെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കേണ്ടത്. അവർ പറയുക, ആ സ്വർഗവാസികൾ പറയുന്ന രംഗമാണ്. ലിമിസ്ലി ഹാദാ, ഇതിനു വേണ്ടിയായിരിക്കട്ടെ. ഫൽയഅമലിൽ ആമിലൂൻ, പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ, ഇതിനു വേണ്ടി പ്രവർത്തിക്കട്ടെ. അല്ലേ, നമ്മൾ സൂറത്തുൽ മുത്തഫിഫീൻ ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യവാന്മാർ ആ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം ഫൽയതനാഫസിൽ മുത്തനാഫിസൂൻ, മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ, ഈ പറയപ്പെട്ട സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന്. അപ്പോൾ നമ്മളുടെ മത്സരം ഇതിനു വേണ്ടിയായിരിക്കണം, ദുനിയാവിന് വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം. കാശുണ്ടാക്കാൻ വേണ്ടിയല്ല. അത് ദുനിയാവിൽ വരും പോകും, അത് ആയിക്കോട്ടെ. പക്ഷേ യഥാർത്ഥ മത്സരം നമ്മുടെ ജീവിതത്തിൽ നാം നടത്തേണ്ടത് ഈ സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പ്രാർത്ഥനയും. നാം കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നവരാരൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. യഥാർത്ഥമായ വിശ്വാസിക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ചുള്ള അമലുകൾ, അള്ളാഹു പറഞ്ഞ വിശ്വാസമുണ്ടല്ലോ, പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്നുള്ള ആ കൃത്യമായ വിശ്വാസം, ആ തൗഹീദ്, ഏകദൈവ വിശ്വാസം, അള്ളാഹുവിനെ ഏകനാക്കുക, അതാണ് തൗഹീദ് എന്ന് പറഞ്ഞത്.
ആ തൗഹീദ് അനുസരിച്ച് കൊണ്ടുള്ള ജീവിതവും അതുപോലെ തന്നെ അതനുസരിച്ച് കൊണ്ടുള്ള അമലു സ്വാലിഹാത്ത്, ഇത് രണ്ടും ആ കാര്യത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കട്ടെ. അങ്ങനെ നമുക്ക് സ്വർഗം നേടാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ അനുഗ്രഹത്തിൻ്റെ കേദാരമായ ആ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും മുസ്ലിമായി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.